ഞായറാഴ്ച തോറുമുള്ള ആത്മീയ ധ്യാനത്തിലേക്ക് ആഴമേറിയ ജീവിത സത്യങ്ങൾ, മനുഷ്യ അവസ്ഥയുടെ സൂക്ഷ്മമായ തിരിച്ചറിവുകൾ പ്രാപിക്കുന്നതിന് വേണ്ടി നാം അനുഷ്ഠിച്ചു വരുന്ന ഈ അന്വേഷണ തീർത്ഥയാത്രയിലേക്ക് ജാതിമത ലിംഗ ഭേദമന്യേ ഏവർക്കും സ്വാഗതം. ആത്മീയ ദർശനം ഒരു സഭയുടെയോ ഒരു മതത്തിൻ്റെയോ പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് സാർവലൗകികമാണ്. എല്ലാ മനുഷ്യർക്കും ഒന്നുപോലെ പ്രസക്തവും പ്രയോജനം ചെയ്യുന്നതുമാണ് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഒരുമിച്ചുള്ള നമ്മുടെ അന്വേഷണ വിരുന്നിൻ്റെ കേന്ദ്രബിന്ദു എന്നതുപോലെ മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നാം ഇപ്രകാരം കാണുന്നു: സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. അന്നു മുതൽ യേശു പ്രസംഗിച്ചു തുടങ്ങിയത് സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ഇവിടെ ആദ്യമായിട്ട് എനിക്ക് അടിവരയിട്ട് സൂചിപ്പിക്കാനുള്ളത്, യേശു പ്രസ്താവിച്ചത്, യേശു പരസ്യം ചെയ്തത്, യേശു സൂചിപ്പിച്ചത് ഒരു പുതിയ മതം വരുന്നു എന്നുള്ളതല്ല. ദയവായി ഇത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ തിരിച്ചറിയേണ്ട ഒരു സുപ്രധാന യാഥാർത്ഥ്യമാണ്. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ ഒരു പുതിയ മതം വന്ന് ലോകത്തെമ്പാടും ഇടം പിടിക്കുന്ന കാലഘട്ടം ആരംഭിച്ചിരിക്കയാൽ എന്നല്ല യേശു പറഞ്ഞു. ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുകയും. അപ്പോൾ ഈ ദൈവരാജ്യ സങ്കല്പം എന്താണ് എന്നതിനെപ്പറ്റി വളരെ എരിവോടുകൂടെ മതമേഖലയിൽ നിൽക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടത്ര അവബോധമില്ല എന്നത് പരിതാപകരമായ ഒരു യാഥാർത്ഥ്യമാണ്. യേശു എന്തിനെ വെളിപ്പെടുത്തുവാനായി വന്നു, എന്ത് പ്രാബല്യത്തിൽ വരുത്തുവാനായി ശ്രമിച്ചു, ഏത് പുതിയ ആത്മീയ ദർശനം പ്രദാനം ചെയ്യുവാൻ അവിടുന്ന് കടന്നു വന്നു, ആ ലക്ഷ്യത്തെ തികച്ചും അജ്ഞത നിറഞ്ഞ അവഗണനയിൽ കൂടെയാണ് ക്രിസ്ത്യാനികൾ നാളിതുവരെ പരിഗണിച്ചിരുന്നത്, സമീപിച്ചിരുന്നത് എന്നത് ഈ വൈകിയ വേളയിലെങ്കിലും തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ഞാൻ പല ആളുകളോടും ദൈവരാജ്യം എന്താണ് എന്നതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന ഉത്തരം സഭ ദൈവരാജ്യത്തിൻ്റെ ഇഹലോക ആവിഷ്കാരമാണ് എന്നത് മാത്രമാണ്. അപ്പോൾ ദൈവരാജ്യം എന്താണ്? സഭയാണ്. എന്നാൽ യേശു ദൈവരാജ്യത്തെപ്പറ്റി വളരെ വിശദമായി പഠിപ്പിച്ചിട്ടുണ്ട്, പ്രസ്താവിച്ചിട്ടുണ്ട്, അതിൻ്റെ മർമ്മങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അവയൊന്നും ക്രിസ്ത്യാനികളുടെ ചിന്തയിൽ ഇടം പിടിച്ചിട്ടില്ല എന്നത് വളരെ വളരെ സങ്കടകരമാണ്. അതിന് ഒരു അല്പം വ്യത്യാസം വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയുടെ ഉള്ളടക്കം ഏവരുമായി പങ്കിടുവാനിപ്പോൾ വളരെ എളിമയോടെ ഇതിനുള്ള കഴിവെനിക്കില്ല എന്ന തിരിച്ചറിവിൽ മുതിരുന്നു. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം യേശുവിൻ്റെ ദൈവരാജ്യ സങ്കല്പങ്ങളുടെ വിവിധ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 3 ഉപമകളുടെ സമാഹാരമാണ്. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് 3 parables ഓൺ ദ കിങ്ഡം ഓഫ് ഗാഡ്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ യേശു പരസ്യപ്പെടുത്തിയ സ്വർഗരാജ്യത്തിൻ്റെ ആഗമനം
അതിൻ്റെ സ്വഭാവം എന്താണെന്ന് 25-ാം അധ്യായത്തിൽ വെളിപ്പെടുത്തുന്നതിനെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കുവാൻ നമുക്ക് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ അന്വേഷണം ആരംഭിക്കാം. 23-ാം അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ ആദ്യത്തെ ഉപമ എന്താണ്? 10 കന്യകമാരുടെ ഉപമയാണ്. അതിൽ 10 പേര് ബുദ്ധിയുള്ളവരും 5 പേര് ബുദ്ധിയുള്ളവരും 5 പേർ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. സ്വർഗരാജ്യത്തിൻ്റെ ബുദ്ധി എന്താണ്? സ്വർഗരാജ്യത്തിൻ്റെ ബുദ്ധിഹീനത എന്താണ്? എല്ലാം വ്യക്തമായി മനസ്സിലാക്കണം. ഭൗതിക ലോകത്തിൽ അല്ലെങ്കിൽ ഭൗതിക ലോകം തിരിച്ചറിയുന്ന ബുദ്ധിയും ബുദ്ധിഹീനതയും എന്താണ് എന്ന് നമുക്ക് ഏതാണ്ട് ധാരണയുണ്ട്, പര്യാപ്തമായ ധാരണയുണ്ട്. അതിലും നമുക്ക് വളരേണ്ടതുണ്ട്, കുറച്ചുകൂടെ വ്യക്തത പാലിക്കേണ്ടത് ഉണ്ട്. എന്നാൽ ഭൗതികമായ നമ്മുടെ അറിവുകളെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മീയമായ തിരിച്ചറിവുകൾ തികച്ചും ബാലിശമാണ്. അതിൽ നമുക്ക് ബഹുദൂരം സഞ്ചരിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഒന്ന് പരാമർശിച്ചു കൊള്ളട്ടെ. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ യേശു വിഭാവന ചെയ്ത ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രധാന മർമ്മം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അതെന്താണ്? ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു വലിയ തിരുത്തൽ, ഒരു റീഓറിയൻറ്റേഷൻ, ഒരു പുതിയ ദിശാബോധം പ്രാപിക്കേണ്ട ആവശ്യം, ഒരു പുതിയ കാഴ്ചപ്പാട്, ഒരു പുതിയ ലക്ഷ്യബോധം, ഒരു പുതിയ അറിവിൻ്റെ സമീപനം, അതെല്ലാം ഈ ദൈവരാജ്യത്തിൽ അടങ്ങിയിരിക്കുന്നതാണ്. അതിലേക്ക് പ്രവേശിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നാണ് യേശു പറയുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ഉപമയായ 10 കന്യകമാരുടെ ഉപമയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ആത്മീയമായ വെളിപ്പെടുത്തൽ എന്താണ്? യേശു തൻ്റെ ദൈവരാജ്യ സങ്കല്പങ്ങളെ രൂപകൽപ്പന ചെയ്യുന്നത് നിലവിലിരുന്ന മതബോധത്തെയും അത് നിലനിർത്തിക്കൊണ്ടുപോരുന്ന ആചാര അനുഷ്ഠാനങ്ങളെയും പരാമർശിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ മനസ്സിൽ വെച്ചുകൊണ്ടാണ്. അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരാത്മീയമായ അവസ്ഥയും അനുഭൂതിയുമാണ് യേശു വിഭാവന ചെയ്തത്. നിലവിലിരിക്കുന്ന മതബോധം, മത ആചാര അനുഷ്ഠാനങ്ങൾ ആവർത്തിക്കാൻ വേണ്ടിയല്ല യേശു വന്നത്. അവ കൊണ്ട് മനുഷ്യർക്ക് പ്രയോജനമില്ല എന്ന് യേശു വ്യക്തമായി മനസ്സിലാക്കിയിരുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അന്നത്തെ പുരോഹിത കാർമ്മികത്വത്തിൽ ഒതുങ്ങി നിന്ന മതബോധം, മത ആചാരങ്ങളുടെ ആകത്തുക കൊണ്ട് മനുഷ്യർ പ്രാപിച്ചത് വളരെ പരിതാപകരമായ ഒരവസ്ഥയാണ്. അവർ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആയിത്തീർന്നു. അവിടെ അനാസ്ഥ കണ്ട് ദുഃഖിച്ചിട്ടാണ് യേശു ഈ ദൈവരാജ്യ സങ്കല്പം, അതിൽ കൂടെ ജനങ്ങൾക്ക് വിടുതൽ ഉണ്ടാകണം എന്ന വലിയ താല്പര്യത്തിൽ തൻ്റെ പരസ്യ ശുശ്രൂഷ നിവർത്തിച്ചത് എന്നത് സുവിശേഷങ്ങൾ അല്പമെങ്കിലും പരിചയമുള്ളവർ പെട്ടെന്ന് സമ്മതിക്കുന്നതാണ്. അപ്പോൾ നിലവിലിരുന്ന മത സമീപനം എന്തായിരുന്നു? അത് മുഴുവനും ബാഹ്യതയുടെ ആകത്തുകയായിരുന്നു. ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നതിന് ചില ആചാര അനുഷ്ഠാനങ്ങൾ, അത് നിർവഹിച്ചു തരുവാൻ വേണ്ട പരിശീലനവും പ്രാപ്തിയും അധികാരവുമുള്ള ഒരു പുരോഹിതവർഗം, അവരിൽ കൂടെ ഈ ആചാരങ്ങൾ മുറതെറ്റാതെ നിലനിർത്തിയാൽ അല്ലെങ്കിൽ ആചരിച്ചു വന്നാൽ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാകും. അതുകൊണ്ട് ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്താണ് എന്നത് പ്രശ്നമല്ല. അവൻ നിലവിലിരിക്കുന്ന അവന് ബാഹ്യമായ മത സംവിധാനങ്ങളെ എത്രമാത്രം പരിപൂർണമായി ആശ്രയിക്കുന്നു,
അതിനോട് രൂപനായിത്തീരുന്നു. അതിൽ അവൻ്റെ പ്രത്യാശ 100% വെക്കുന്നു എന്നതിനെ ആസ്പദമാക്കിയാണ് ആ വ്യക്തിയുടെ മതപരമായ ആരോഗ്യം നിശ്ചയിക്കപ്പെട്ടിരുന്നത്. അപ്പോൾ ഒരു വ്യക്തിയുടെ ഉള്ളിൻ്റെ അവസ്ഥ എന്താണ് എന്നത് പ്രശ്നമല്ല. ഏക കരുതൽ എന്താണ്? അവന് ബാഹ്യമായി സ്ഥിതി ചെയ്യുന്നൊരു മതസംവിധാനം നിർദ്ദേശിക്കുന്ന പ്രക്രിയകളോട് ഏത് വിധത്തിൽ, ഏത് തോതിൽ അവൻ തന്നെ അടിയറ വയ്ക്കുന്നു, അതിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നു, അതിനോട് സമരസപ്പെട്ടു പോകുന്നു, അതിൻ്റെ താല്പര്യങ്ങളെ ശിരസ വഹിക്കുന്നു എന്നത് മാത്രമായിരുന്നു യഹൂദ മതത്തിൻ്റെ താല്പര്യവും ഊന്നലും. അതെല്ലാ മതങ്ങൾക്കും ഇത് അന്വർത്ഥമാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയാതെ തിരിച്ചറിയാവുന്നതാണ്. യേശുവിൻ്റെ കാഴ്ചപ്പാടിൽ ഇപ്രകാരമുള്ള ആചാര അനുഷ്ഠാനങ്ങൾ മുറതെറ്റാതെ നിർവഹിക്കുന്നത് കൊണ്ട് മനുഷ്യർക്ക് യാതൊരു പ്രയോജനവുമില്ല എന്ന് മാത്രമല്ല, അവരുടെ അവസ്ഥ കൂടുതൽ അധപ്പതിക്കുവാൻ മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ജനം പ്രാപിക്കണമെന്ന് യേശു നിശ്ചയിച്ചത്, അപ്രകാരം പ്രവർത്തിച്ചത്. അപ്പോൾ ഇവിടെ സംഭവിക്കണമെന്ന് യേശു വിഭാവന ചെയ്യുന്ന ഈ പുതിയ ദിശാബോധം എന്താണ്? പുതിയ കാഴ്ചപ്പാട് എന്താണ്? പുതിയ തിരിച്ചറിവ് എന്താണ്? ബാഹ്യമായതിനെ ആശ്രയിക്കുന്നതിന് പകരം അതിന് തന്നെ അടിയറ വെക്കുന്നതിന് പകരം, ആ വ്യവസ്ഥിതിയുടെ അടിമകളായി നിൽക്കുന്നതിന് പകരം, ഉള്ളിൽ നാം പ്രാപിക്കേണ്ട വിലയേറിയ ആത്മീയമായ നിധികൾ, നമ്മുടെ ഉള്ളിൻ്റെ സമ്പാദ്യം, അതിൽ വർധനമുണ്ടാകുവാൻ ശ്രമിക്കണം. ഇവിടെ 10 കന്യകമാരുടെ ഉപമയിൽ എല്ലാവരുടെയും കയ്യിൽ വിളക്കുണ്ട്, പക്ഷെ 5 പേരുടെ കയ്യിലുള്ള വിളക്കുകളിൽ എണ്ണയില്ല. 5 പേരുടെ കൈകളിലുള്ള വിളക്കുകളിൽ എണ്ണയുണ്ട്. ഇത് ആന്തരികമായ അവസ്ഥയെ മാത്രം സൂചിപ്പിക്കുന്നതാണ് എന്നത് വളരെ സ്പഷ്ടമാണല്ലോ. അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ അംഗീകരിക്കപ്പെടുവാൻ അർഹരാണോ അതോ നാം തിരസ്കരിക്കപ്പെടുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുവാൻ ഒരു പ്രയാസവുമില്ല. നമ്മുടെ ആന്തരികമായ അവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി നമുക്ക് അല്പം വ്യക്തതയുണ്ടായാൽ മതി. നമ്മുടെ ഉള്ളു പൊള്ളയാണ്, ഉള്ളു ശൂന്യമാണ്. നാം ഉപരിപ്ലവതയുടെ അടിമകളാണ്. നമുക്ക് ബാഹ്യമായതിനെ കൂടുതൽ നമ്പുമ്പോൾ, ആശ്രയിക്കുമ്പോൾ, അതിനോടുള്ള അടിമത്വം നാം മനഃപൂർവ്വം ഏറ്റെടുക്കുമ്പോൾ, ആനുപാതികമായി നമ്മുടെ ആന്തരികമായ അവസ്ഥയുടെ പാപ്പരത്വം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. യേശുവിൻ്റെ പ്രതീകത്തിൻ്റെ ഭാഷയിൽ സംസാരിച്ചാൽ നമ്മുടെ വിളക്കിലെ എണ്ണ വറ്റി ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാത്ത വിളക്കുകളായി നാം തീരും. അത് ഉപേക്ഷിക്കപ്പെടും. ഒരു വിധത്തിലും അംഗീകരിക്കാനുള്ള യോഗ്യത അതിനുണ്ടാകുകയില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള യോഗ്യതയില്ലാത്ത, പ്രതീകാത്മകമായി പറഞ്ഞാൽ എണ്ണയില്ലാത്ത വിളക്കുകളായി നാം അധപ്പതിച്ചു പോകും. അത് മാത്രമേ ആചാര അനുഷ്ഠാനങ്ങളോട് സംഭവിക്കുകയുള്ളൂ എന്നതാണ് യേശു വെളിപ്പെടുത്തിയിരിക്കുന്നത്. മനുഷ്യൻ്റെ നാനാമുഖമായ നന്മയുടെയും പുരോഗതിയുടെയും അവൻ്റെ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനുഷ്യ അന്തസ്സിൻ്റെയും സുപ്രധാനമായ നിദാനം അവൻ്റെ ആന്തരികമായ അവസ്ഥയുടെ സമ്പത്തും മേന്മയും വെളിച്ചവുമാണ്. ഇത് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങളിൽ യേശു കുറച്ചുകൂടെ മനോഹരമായി വ്യക്തമായി വെളിപ്പെടുത്തുന്നുണ്ട്. എല്ലാവരുടെയും ഉള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ഒരു വിളക്കുണ്ട്. പക്ഷേ ഭൂരിപക്ഷം ആളുകളുടെയും കാര്യം പറഞ്ഞാൽ അവരുടെ ഉള്ളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കിൻ്റെ വെളിച്ചം ഒരിക്കലും പ്രയോജനപ്പെടാതിരിക്കത്തക്കവണ്ണം അതിനെ മൂടിയിരിക്കുന്ന പറകളുണ്ട്. ഈ ആന്തരികമായ അവസ്ഥയിൽ വ്യത്യാസം വരാതെ നമുക്കൊരു വിധത്തിലും
അനുഗ്രഹം പ്രാപിപ്പാനോ മുൻപോട്ട് പോകുവാനോ നമ്മളിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥയുടെ അരിഷ്ടതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് നാം യഥാർത്ഥത്തിൽ അർഹിക്കുന്ന മനോഹരമായ ഉദാത്തമായ അവസ്ഥയിലേക്ക് മുന്നേറുവാനോ നമുക്ക് സാധ്യമല്ല. എന്നാൽ ഈ ആന്തരികമായ വലിയ നിധി, വലിയ അനുഗ്രഹം, വലിയ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നതിന് പകരം അവിടെയും ഇവിടെയും ഓടി ആൾദൈവങ്ങളുടെ പുറകെ പോയി വഞ്ചിക്കപ്പെട്ട് അവസാനം ഹതഭാഗ്യരായി മനുഷ്യർ കഴിയുന്ന ഒരു ദുരവസ്ഥയിലാണ് ഇന്ന് പ്രത്യേകിച്ച് വിശ്വാസികൾ. എന്നതുകൊണ്ടാണ് ഈ വിഷയം കൂടുതൽ സ്പഷ്ടമായി കൈകാര്യം ചെയ്യുവാൻ ഞാൻ നിർബന്ധിക്കപ്പെടുന്നത് എന്ന സമയത്ത് സൂചിപ്പിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ മറ്റൊരു മർമ്മം വെളിപ്പെടുത്തുന്ന രണ്ടാമത്തെ ഉപമയിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. അത് എല്ലാവർക്കും നന്നേ പരിചയമുള്ള താലന്തുകളുടെ ഉപമയാണ്. ഞാൻ അനേക വീഡിയോകളിൽ താലന്തുകളുടെ ഉപമയെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഉപമയുടെ വിശദാംശങ്ങൾ അർഹിക്കുന്ന വിധത്തിൽ വിശദമായി പരിഗണിക്കേണ്ട ആവശ്യമില്ല എന്നതുകൊണ്ട് ഞാൻ അതിന് തുനിയുന്നില്ല. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ചിന്താ വിഷയത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആ ദൃഷ്ടികോണത്തിൽ നാം പരിശോധിക്കുമ്പോൾ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു വശം മാത്രം നമ്മുടെ പരിഗണനയ്ക്ക് ഇപ്പോൾ ഉപയോഗിക്കണമെന്ന് അല്ലെങ്കിൽ സ്വീകരിക്കണമെന്ന് കരുതുകയാണ്. അത് മറ്റൊന്നുമല്ല, നാം ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണെങ്കിൽ, നാം ദൈവരാജ്യത്തിൻ്റെ അംഗത്വം പ്രാപിക്കുവാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തു ചെയ്യണം? നമുക്ക് ജന്മനാൽ നൽകിയിരിക്കുന്ന അനേക കഴിവുകളുണ്ട്. ഞാൻ എപ്പോഴും എന്നോടുള്ള ബന്ധത്തിലും എനിക്ക് അറിവുള്ള ബഹുഭൂരിപക്ഷം ആളുകളോടുള്ള ബന്ധത്തിലും വളരെ സങ്കടത്തോടെ തിരിച്ചറിയുന്നൊരു യാഥാർത്ഥ്യം, അത് ഞാൻ പ്രഥമമായി എന്നെ പറ്റിയാണ് പറയുന്നത്, മറ്റാരെ പറ്റിയുമല്ല. എൻ്റെ അവസ്ഥയാണ് ബഹുഭൂരിപക്ഷം ആളുടെ അവസ്ഥ എന്നത് ഞാൻ ഈ പറയുന്നത് കേൾക്കുമ്പോൾ മനസ്സിലാക്കും. എനിക്ക് ദൈവം നൽകിയിരുന്ന എല്ലാ താലന്തുകളും അതർഹിക്കുന്ന വിധത്തിൽ അതിൻ്റെ സാധ്യതകളുടെ പൂർണ്ണതയെ അന്വേഷിച്ച് നിരന്തരമായി വിശ്വസ്തയോടെ ആ ചുമതല, അതായത് നൽകിയിരിക്കുന്ന താലന്തുകളുടെ പൂർണ്ണത വെളിപ്പെടുത്തി അത് അനേകർക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം അവയെ വളർത്തി വികസിപ്പിച്ചെടുക്കുവാനുള്ള പരിപാവനമായ ചുമതല അത് ജന്മനാ ദൈവം ഓരോ വ്യക്തികൾക്കും നൽകുന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നാം ജനിക്കുന്നത് ഈ ലോകത്തിലോട്ട് മാത്രമല്ല, നാം ജനിക്കുന്നത് ആത്മീയമായ ചുമതലകളിലേക്കാണ്. അതെന്താണ് ആ ചുമതല? അതിൽ വ്യക്തതയുണ്ടാകണം. നമ്മെ ജന്മനാൽ സൃഷ്ടികർത്താവ് ഏത് താലന്താണ് അല്ലെങ്കിൽ ഏതെല്ലാം താലന്തുകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്, അവയെ അതിൻ്റെ പൂർണ്ണതയിൽ വളർത്തിയെടുത്ത് അതുമൂലം മനുഷ്യർക്ക് നന്മ വരുവാനും ദൈവത്തെ മഹത്വീകരിപ്പാനും സാധ്യമാകത്തക്കവണ്ണം നമ്മുടെ വ്യക്തിത്വത്തെ വളർത്തിയെടുക്കുക എന്നതിനപ്പുറം പരിശുദ്ധമായ മറ്റൊരു കടമയില്ല എന്നതാണ് യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തെ അരനൂറ്റാണ്ട് അന്വേഷിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് മനസ്സിലാക്കുവാൻ ഇടയായിട്ടുള്ളത്. അതാണ് ഞാൻ സാക്ഷീകരിക്കുന്നത്. ഒരു ആചാര അനുഷ്ഠാനം കൊണ്ടും ഈ ഒരു കർത്തവ്യം നിർവഹിപ്പാൻ, അതായത് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന വിലതീരാത്ത സാധ്യതകളുടെ പൂർണ്ണത അന്വേഷിച്ച് കണ്ടെത്തി അത് വെളിപ്പെടുത്തി ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് പ്രവേശിക്കുവാൻ പുരോഹിത നിർദ്ദേശിതമായ ഒരു ആചാര അനുഷ്ഠാനങ്ങളും നമ്മെ സഹായിക്കുന്നതല്ല. നിങ്ങൾ സത്യസന്ധമായി ചിന്തിച്ചാൽ യേശു വെളിപ്പെടുത്തിയ ഈ മർമ്മമാണ്, അത് മാത്രമാണ് സത്യം എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്നാൽ ലോകത്തിലുള്ള എല്ലാ മതങ്ങളും നിലനിൽക്കുന്നത് ആചാര അനുഷ്ഠാനങ്ങളിൽ മാത്രം പിടിച്ചുകൊണ്ടാണ്. അതിൻ്റെ ഏക കാരണം പുരോഹിതവർഗത്തിന് മതങ്ങളുടെ ഭേദമന്യേ
ആകെപ്പാടെ അറിയാവുന്നത് ഒരു പറ്റം ആചാരാനുഷ്ഠാനങ്ങൾ, അത് സംബന്ധമായ നിർദ്ദേശങ്ങൾ, നിബന്ധനകൾ മാത്രമാണ്. മനുഷ്യൻ്റെ ആന്തരികമായ അവസ്ഥയ്ക്ക് മെച്ചം വരുന്ന, മേന്മ വരുന്ന, അതിൻ്റെ ഉദാത്തമായ സാധ്യതകൾ വളർത്തിയെടുക്കുവാൻ സഹായമാകുന്ന വിധത്തിൽ ജനങ്ങൾക്ക് ശുശ്രൂഷ ചെയ്യുവാൻ ഒരു മതത്തിലെ പുരോഹിത വൃന്ദത്തിനും ഒരു കാലത്തും ഇടയായിട്ടില്ല എന്നത് നാം തിരിച്ചറിയേണ്ട ഐതിഹാസിക ചരിത്ര സത്യമാണ്. അതുകൊണ്ടാണ് ഇപ്രകാരമുള്ളൊരു ഉപമ യേശു പഠിപ്പിക്കുവാൻ തന്നെ കാര്യമായത്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അംഗത്വം പ്രാപിച്ചിരിക്കുന്നു എന്ന് ധരിച്ചിരിക്കുന്ന ആളുകൾ ഈ ഉപമയുടെ വെളിച്ചത്തിൽ തങ്ങളോട് തന്നെ ചോദിക്കേണ്ടത്, അല്ല, ഞാൻ എന്നോട് തന്നെ ചോദിക്കേണ്ടത്, ദൈവം എന്നെ ഏൽപ്പിച്ചു എന്ന യാഥാർത്ഥ്യം, വിലതീരാത്ത താലന്തുകൾ എൻ്റെ ഉള്ളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്നു. എപ്രകാരമാണ് കർഷകൻ അതിൻ്റെ കാലമാകുമ്പോൾ വിത്ത് വിതയ്ക്കുന്നത് പോലെ ദൈവം എൻ്റെ സൃഷ്ടി ആകുന്ന ഭൂമിയിൽ താലന്താകുന്ന വിത്തുകൾ വിതച്ചിട്ടുണ്ട്. അത് പൊട്ടിമുളയ്ക്കുകയും വളരുകയും ദൈവരാജ്യം ഒരു കടുകുമണിക്ക് സമാനം എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 13-ാം അധ്യായത്തിൽ യേശു പറയുന്ന ഉപമ, അത് പൊട്ടിമുളച്ച് വളർന്ന് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെയും പോകണം. അത് പ്രകൃതിയുടെ ശരിയെപ്പറ്റിയല്ല, മനുഷ്യ വ്യക്തിത്വമാകുന്ന അഭൗമമായ ഒരു കടുക് ചെടിയുടെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഉള്ളിൽ സൃഷ്ടികർത്താവ് നിക്ഷേപിച്ചിരിക്കുന്ന താലന്തുകൾ എന്ന് പറഞ്ഞാൽ സാധ്യതകൾ, അവയെ തിരിച്ചറിയുവാനും അവയെ അർഹിക്കുന്ന വില കൽപ്പിക്കുവാനും അവയെ മാനിച്ചുകൊണ്ട് അതിൻ്റെ സാധ്യതകളുടെ പൂർണ്ണതയിൽ ചെന്നെത്തുവാനും ലക്ഷ്യബോധത്തോടെ വ്യക്തമായ ഒരു ധാരണയിൽ ഇടർച്ച ഇല്ലാതെ അനുദിനം മുൻപോട്ട് പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട അതിമഹത്തരമായ അനുദിനം ആഹ്ലാദം കൊണ്ട് നമ്മുടെ വ്യക്തിത്വം ദീപ്തമാക്കുവാൻ പര്യാപ്തമായ ഈ ഒരു ആത്മീയ അനുഭവത്തിലാണോ നാം നിലനിൽക്കുന്നത് എന്നത് നമ്മെപ്പറ്റി പരിഗണിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ഇത് നാം ചെയ്യുന്നില്ല എങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം, അനുദിന ജീവിതം ഇച്ഛാഭംഗം കൊണ്ടും വൈക്ലഭ്യം കൊണ്ടും അപകർഷതാബോധം കൊണ്ടും ഭാരമേറിയതായിത്തീരും. ആ ഭാരം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഈ ഭാരത്തെ സൂചിപ്പിച്ചുകൊണ്ടാണ് യേശു മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 28-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവർ നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആരാണ് ഈ ഭാരം ചുമക്കുന്നവർ? വലിയ വലിയ ചുമതല വഹിക്കുന്നവരല്ല ഭാരം ചുമക്കുന്നത്. ദയവായി മനസ്സിലാക്കുക, ഭാരം ചുമക്കുന്നവർ സ്വന്തം വ്യക്തിത്വത്തോട് നീതി പാലിക്കാത്തവരാണ്. അവർക്ക് ദൈവം നൽകിയ സാധ്യതകളോടുള്ള ബന്ധത്തിൽ വളരാത്തവരാണ്. വളരാത്തവർ തളർന്നു പോകുന്നവരുടെ അവസ്ഥ എപ്പോഴും ഭാരം ചുമക്കുക എന്നുള്ളതായിരിക്കും. അത് തലയിൽ 100 കിലോഗ്രാം ഇരുന്നുവെന്നും അല്ല പ്രശ്നം, അല്പം പോലും വളരുവാൻ സാധിച്ചില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് ക്രിസ്തീയ ലോകത്തിൽ ഇന്ന് അല്പത്തരം ഇത്രമാത്രം മുറ്റി നിൽക്കുന്നതെന്ന് മാത്രം പറഞ്ഞ് വളരെയധികം കാര്യങ്ങൾ ഇതിനെപ്പറ്റി വെളിപ്പെടുത്താനുണ്ട്. എങ്കിലും സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ഞാൻ ഈ ഭാഗത്ത് നിന്ന് ഇനിയും മുൻപോട്ട് പോവുകയാണ്. ഇതാണ് ദൈവരാജ്യത്തിൻ്റെ രണ്ടാമത്തെ മർമ്മം. നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നു അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ അംഗത്വം പ്രാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ യേശുവിൻ്റെ വെളിപ്പെടുത്തലുടെ വെളിച്ചത്തിൽ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുവാൻ നമുക്ക് കടമയുണ്ട്. എന്നെ ചെറുപ്പകാലം മുതലേ വളരെയധികം സ്വാധീനിക്കുകയും എന്നെ വെല്ലുവിളിക്കുകയും ചെയ്ത ഒരു യാഥാർത്ഥ്യം, യേശുവിൻ്റെ ദർശനത്തിൽ, യേശുവിൻ്റെ പഠിപ്പീരുകളിൽ, ആത്മീകമായ യേശുവിൻ്റെ വിഭാവനകളിൽ മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് കൽപ്പിച്ചിരിക്കുന്ന അപ്രമേയമായ പ്രാധാന്യമാണ്. ഇതൊക്കെ കുഴിച്ചുമൂടാനാണ് മരണാനന്തര ജീവിതം, അന്ത്യകാലം എന്നും പറഞ്ഞ ആളുകൾ നടക്കും. കാരണം മനുഷ്യൻ്റെ വളർച്ചയാണ് ദൈവരാജ്യത്തിൻ്റെ മുഖമുദ്ര എന്ന് തിരിച്ചറിഞ്ഞാൽ
അതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു ആ, ഒരു മിനിസ്ട്രി, ഒരു ശുശ്രൂഷ ആവിഷ്കരിക്കേണ്ടി വരും. അത് ചില ഛേദമുള്ള പണിയാണ്. അതിനെ മെനക്കെടാൻ വയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന അവസ്ഥയെപ്പറ്റി ചിന്തിക്കണം. മരിച്ചു കഴിഞ്ഞുള്ള കാര്യം ചിന്തിച്ചാൽ മതി. ഈ ലോകത്തെ കാര്യം നോക്കണ്ട, നിങ്ങൾ പരലോകത്തിൻ്റെ കാര്യം നോക്കാം എന്നുള്ള പച്ചക്കള്ളം മനുഷ്യനോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ വഞ്ചനയാണിത്. മരണാനന്തര ജീവിതം ഇല്ലെന്നല്ല ഞാൻ ഈ പറയുന്നത്, മറ്റ് യാഥാർത്ഥ്യങ്ങളില്ലെന്നല്ല ഞാൻ പറയുന്നത്. യേശുവിൻ്റെ ദർശനത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത്. അത് ഈ ലോകത്തിൽ സ്ഥാപിക്കാനാണ് യേശു. ദൈവരാജ്യം ഈ ലോകത്തിൽ സ്ഥാപിക്കാനാണ് യേശു വന്നത്. അതുകൊണ്ട് അത് അർഹിക്കുന്ന പ്രാധാന്യം, അതിൻ്റെ അർത്ഥത്തിൽ കൽപ്പിക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്കൊരു കടമയുണ്ട് എന്ന് മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏറ്റവും വിശുദ്ധമായ അവസ്ഥ എന്താണ്? കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നതോ കുരിശു വരയ്ക്കുന്നതോ 10 ബാറയ്ക്ക് അടിക്കുന്നതോ അല്ല. അങ്ങനെ ബാറയ്ക്ക് അടിച്ചുകൊണ്ടിരുന്നാൽ അത് ഏറെ താമസിയാതെ നമ്മളെല്ലാം മൊറോണായിത്തീരും. ബാർ മൊറോണായിത്തീരും. അത് മാത്രമേ ഇപ്പോൾ സംഭവിക്കുന്നുള്ളൂ എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ നാം വളരണം, ക്രിസ്തുവാകുന്ന തലയോളവും വളരണം. ഒരു കടുകുമണി വളർന്ന് അതിൻ്റെ ശിഖരങ്ങൾ ഭൂമിയുടെ അറുതി വരെ പോവുകയും ആകാശത്തിലെ പറവുകൾക്ക് അഭയമായി തീരുവാൻ, അതിന് വികസനം പ്രാപിപ്പാൻ സാധ്യമാകുമെങ്കിൽ, അതാണ് ദൈവരാജ്യത്തിൻ്റെ ആധികാരികമായ സ്വഭാവമെങ്കിൽ, അതിൽ അംഗത്വമുണ്ട് എന്ന് അവകാശപ്പെടുന്ന വിശ്വാസി എങ്ങനെയാണ് അണ്ടനും അടകോടനുമായി പോയത്? ഈ ഉപരിപ്ലവതയുടെ വിരകളായി, ഞാഞ്ഞൂലുകളായി തീർന്നത്, അല്പത്തരത്തിൻ്റെ ആവിഷ്കാരങ്ങളായി തീർന്നത്? നാം ചിന്തിക്കണ്ടേ? നാം അടിമകളായി പോയത് കൊണ്ടല്ലേ? നമ്മെ അടിമകളാക്കിയത് ആരാണ്? എന്തിനാണ്? ആർക്ക് വേണ്ടിയാണ്? ഏത് ലക്ഷ്യത്തോടും ഏത് ലാക്കോടുകൂടെയാണ്? നാം ചിന്തിക്കണം. നാം ആയിരിക്കുന്ന അവസ്ഥയുടെ അസത്യവും അരിഷ്ടതയും അപമാനവും അനീതിയും നാം തിരിച്ചറിയണം. നാം നമ്മോട് ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ പാതകം, അതിൻ്റെ ഭീകരത നാം മനസ്സിലാക്കണം. അത് മരണത്തിൻ്റെ വക്കിലെത്തിയിട്ടല്ല, ഇപ്പോൾ തന്നെ. അതുകൊണ്ടാണ് സഭാപ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായത്തിൽ പറയുന്നില്ലേ, യൗവനക്കാരാ, നിൻ്റെ യൗവനത്തിൽ തന്നെ നിൻ്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. യേശുവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, യൗവനക്കാരാ, നിൻ്റെ യൗവനത്തിൽ തന്നെ ദൈവരാജ്യ അംഗത്വം പ്രാപിക്കുകയും ആ അംഗത്വത്തിൽ അടങ്ങിയിരിക്കുന്ന പുതിയ ദർശനവും പുതിയ ജീവിത സമീപനവും കാഴ്ചപ്പാടും ഓറിയൻറ്റേഷൻ ദിശാബോധവും പ്രാപിപ്പാൻ നീ കൂട്ടാക്കുക. ഇനിയും ഒരു കാര്യം കൂടെ വെളിപ്പെടുത്തി എൻ്റെ ചിന്തകൾ അവസാനിപ്പിക്കുകയാണ്. അതേ അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ ഉപമ, 3 ഉപമകളുടെ ഒരു സമാഹാരമാണല്ലോ ഇത്. അത് ചെമ്മരിയാടിൻ്റെയും കോലാടിൻ്റെയും ഉപമയാണ്. അവിടെ വെളിപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ആ ഉപമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആത്മീയമായ പരിജ്ഞാനം അല്ലെങ്കിൽ തിരിച്ചറിവ് എന്താണ്? ദൈവരാജ്യത്തിൻ്റെ സ്വഭാവം, ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം, അതിൻ്റെ പ്രവർത്തന രീതി എന്താണ് എന്നതിനെപ്പറ്റി ഈ ഉപമയിൽ എന്താണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്? നാം ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, ദൈവം നമ്മെ ആക്കി വച്ചിരിക്കുന്നത്, നാം ആരായാലും മനുഷ്യ ആവശ്യങ്ങളുടെ മധ്യത്തിലാണ്. ഈ ലോകം അപര്യാപ്തകളുടെ, അരിഷ്ടതകളുടെ, അനീതിയുടെ ഒരു ലോകമാണ്. നാം വസിക്കുന്ന ഈ ലോകം നന്മയുടെ പരിപൂർണതയിലുള്ള ഒരു സംവിധാനമല്ല. വി ആർ ലിവിങ് ഇൻ എൻ ഇംപെർഫെക്റ്റ് വേൾഡ്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ എപ്പോഴും കഷ്ടവും നഷ്ടവും രോഗവും പ്രയാസവും പട്ടിണിയും ദുരിതങ്ങളുമൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കും. എന്ന് പറഞ്ഞാൽ നമുക്ക് ചുറ്റും മനുഷ്യ ആവശ്യങ്ങളുടെ ഒരു വലിയ സമൂഹം, ഒരു സമുദ്രമുണ്ട്. എന്നാൽ ഇവയൊന്നും കാണുവാനോ അത് മനസ്സിലാക്കുവാനോ അതിനോട് പ്രതികരിക്കാനോ കൂട്ടാക്കാതെ നാം നമ്മുടെ മാത്രം കാര്യം അന്വേഷിച്ച് പ്രാർത്ഥനയിൽ പോലും സ്വാർത്ഥ താല്പര്യം മാത്രമാണ്. നാം നമുക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഉപമയിൽ പറയുന്നത് പോലെ യേശു പറയുന്നു, ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് തിന്നാൻ തന്നു, ഞാൻ ദാഹിച്ചു, നിങ്ങൾക്ക് കുടിക്കാൻ തന്നു, നഗ്നരാ, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ
കാരാഗ്രഹത്തിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, നിങ്ങൾ വന്ന് എനിക്ക് ശുശ്രൂഷിച്ചു. ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് കണ്ടു. ഞാൻ അന്യനായിരുന്നു, നിങ്ങൾ എന്നെ സ്വീകരിച്ചു. അപ്പോൾ ഒരു കൂട്ടം ആൾ ചോദിക്കും, അങ്ങനെ നിന്നെ ഞങ്ങൾ കണ്ടില്ലല്ലോ. കണ്ടെന്നെങ്കിൽ ഞങ്ങൾ വല്ലതും ചെയ്യാമായിരുന്നു. ദൈവം ഈ ലോകത്തിലായിരിക്കുന്നത്, നമ്മോട് സംസാരിക്കുന്നത് മനുഷ്യൻ്റെ അവസ്ഥയിൽ മുറ്റി നിൽക്കുന്ന ആവശ്യങ്ങളുടെ ഭാഷയിലാണ്. അത് നല്ല ശബരിക്കാരുടെ ഉപമയിൽ വളരെ വ്യക്തമായി ചിത്രീകരിച്ചിട്ടുണ്ട്. അത് സർവ്വലൗകികമായ എല്ലാവരും അറിയാവുന്ന ഉപമയായതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി കൂടുതലായി പറയുന്നില്ല. അവിടെ മുറിവേറ്റ് കിടക്കുന്ന ഒരു മനുഷ്യൻ്റെ വ്രണങ്ങൾ, മുറിവുകൾ വാചാലമായി സംസാരിക്കുന്നുണ്ട്. പക്ഷേ ആ മുറിവുകളുടെ ഭാഷ മനസ്സിലാക്കുവാനുള്ള ആത്മീയമായ വിദ്യാഭ്യാസം പുരോഹിതനും ലേവ്യനുമില്ല. അവന് മറുഭാഷ പറയാനറിയാം, പക്ഷേ മുറിവുകളുടെ ഭാഷ അവൻ അറിഞ്ഞുകൂടാ. നാം ഇന്ന് പഠിക്കേണ്ടത് മറുഭാഷയല്ല, നാം ഇന്ന് പഠിക്കേണ്ടത് മുറിവുകളുടെ ഭാഷയാണ്. ആ മുറിവുകളുടെ ഭാഷ മനസ്സിലാക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ദൈവകൃപയാൽ അതിനെ കടന്നുപോയി എന്നതുകൊണ്ട് അക്രമത്തിനിരയായ ആ മനുഷ്യന് ജീവൻ സംരക്ഷിക്കാനിടയായി. അവനാണ് ശമര്യക്കാരൻ. അവൻ തൻ്റെ കഴുതിയുടെ പുറത്തുനിന്ന് ഇറങ്ങി ആവശ്യത്തിലിരുന്ന ആ സഹജീവിക്ക് വേണ്ട ശുശ്രൂഷ ചെയ്യുകയും അവനെ സത്രത്തിൽ കൊണ്ടാക്കി സത്രമുടമയോട് ഇവന് ശുശ്രൂഷ ചെയ്യണം, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാൻ എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ എൻ്റെ കയ്യിൽ കൂടുതൽ പണം കാണും, ഇതിനേക്കാൾ കൂടുതൽ ചില വാക്യങ്ങൾ ബാക്കിയത് ഞാൻ തന്നുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തിട്ടാണ് അദ്ദേഹം പോകും. അങ്ങനെ മടങ്ങി വരുന്ന മുറിവുകളുടെ ഭാഷ മനസ്സിലാക്കുന്നവൻ മടങ്ങി വരും. അത് വേദപുസ്തകത്തിൽ, പ്രത്യേകിച്ച് യെശയ്യാ പുസ്തകത്തിലും പിന്നെ 4 സുവിശേഷങ്ങളിലും ഒന്നുപോലെ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യമാണ്. മുറിവുകളുടെ ഭാഷ അറിയുന്നവൻ മടങ്ങി വരും. യേശു മടങ്ങി വരും എന്ന് പറയുമ്പോൾ ഈ ലോകത്തിൽ എവിടെയൊക്കെ മുറിവുകളുണ്ടോ ആ മുറിവുകളിൽ കൂടെ യേശു മടങ്ങി വരികയാണ്. അല്ല നാം ഉദ്ദേശിക്കുന്ന പോലെ ഇങ്ങനെ ആകാശമേഘങ്ങളിൽ ഇങ്ങനെ വലിയ പടക്കം പൊട്ടിച്ച് സുരപ്പുരം കളിച്ചുകൊണ്ടല്ല യേശു വരുന്നത്. യേശുവിൻ്റെ 2ാം വരവ് സംഭവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ, നിങ്ങളിൽ പലരും അവൻ്റെ വീണ്ടും വരവ് നിങ്ങൾ കാണും. അതെന്താണ്? ആ ശരീരത്തിൻ്റെ മുറിവുകളിൽ കൂടെയാണ്. യേശു ഒരു കാലത്ത് അധരം കൊണ്ട് സംസാരിച്ചു, പിന്നെ ചരിത്രത്തിലാകമാനം മുറിവുകൾ കൊണ്ടാണ് സംസാരിക്കുന്നത്. അത് മനസ്സിലാക്കിയ ഒരു വ്യക്തിയുടെ പേരാണ് മദർ തെരേസ എന്നുള്ളത്. അതും ദൈവരാജ്യത്തിൻ്റെ ഭാഷയാണ്. അങ്ങനെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ മുറ്റി നിൽക്കുന്ന ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ അതിനോട് ഏത് വിധത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ, കാര്യവിചാരകത്തിൽ നാം പ്രതികരിക്കുന്നു എന്നത് ഈ ദൈവരാജ്യം എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയുടെ സുപ്രധാനമായ മറ്റൊരു മുഖമാണ്. ഇനിയും ആകമാനമായി നാം ഒന്ന് പരിശോധിക്കുമ്പോൾ 10 കന്യകമാരുടെ ഉപമയിൽ നമ്മുടെ ഉള്ളിൻ്റെ അവസ്ഥയുടെ അതിൻ്റെ അനുഗ്രഹം, ആ അനുഗ്രഹം പ്രാപിക്കാതെ 2ാമത്തെയും 3ാമത്തെയും ഉപമയിൽ വിഭാവന ചെയ്തിട്ടുള്ള വളർച്ചയിൽ കൂടെ സാധ്യമാകുന്ന പ്രതികരണ ശേഷിയും നമുക്ക് പ്രാപിപ്പാനോ പ്രകടിപ്പാനോ സാധ്യമല്ല. അങ്ങനെ നാം ആന്തരികമായ ആ വലിയ പ്രഭുത്വം, ആ വലിയ എന്താണ് പറയുന്നത്, ഇന്നർ റിച്ചസ്, ആന്തരികമായ നിധികൾ, സമാനതയില്ലാത്ത സമ്പത്ത്, ആന്തരികമായ സമ്പത്ത് നാം പ്രാപിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഉള്ളിലുള്ള അവസ്ഥ അനുസരിച്ചാണ് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്തുകൾ ഏത് വിധത്തിൽ പ്രയോജനപ്പെടുത്തണം, അല്ലെങ്കിൽ ഏത് വിധത്തിൽ കുഴിച്ചിടണം എന്ന് നാം തീരുമാനിക്കും. അപ്പോൾ 1ാമത്തെ ഉപമയിൽ നിന്നാണ് 2ാമത്തെ ഉപമയിലേക്ക് നാം പോകേണ്ടത്. പക്ഷെ നാം അങ്ങനെയല്ല സാധാരണ മനസ്സിലാക്കുന്നത്. 1ഉം 2 ഉപമകളുടെ ആകത്തുക കൊണ്ടാണ് നാം 3ാമത്തെ ഉപമയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ആന്തരികമായ ആ വെളിച്ചമുള്ളവൻ ദൈവം നൽകിയിട്ടുള്ള എല്ലാ സാധ്യതകളും, അതിൻ്റെ മാഹാത്മ്യം, അതിൻ്റെ വലിയ വലിയ മേന്മ വേണ്ടതുപോലെ തിരിച്ചറിഞ്ഞ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് പ്രവേശിക്കുവാൻ നന്നേ അധ്വാനിക്കും. അതവൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയാണ്. തന്മൂലം അവൻ വളർച്ച പ്രാപിക്കും. വളർച്ച പ്രാപിച്ചാൽ എന്ത് സംഭവിക്കും? വളർച്ച പ്രാപിച്ചവന് ദാനം ചെയ്തേ മതിയാകുകയുള്ളൂ. ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ സഹജീവികളുടെ ആവശ്യങ്ങളോട് സഹകരിക്കുക അവൻ്റെ ജീവിതത്തിൻ്റെ ആഘോഷമാണ്.
അപ്പോൾ അധ്വാനിക്കുക, വളരുക, കൊടുക്കുക, ആഘോഷിക്കുക, അതാണ് ദൈവരാജ്യം. അതിന് പകരം യാന്ത്രികമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ചില ആചാര അനുഷ്ഠാനങ്ങൾ, മാമൂലുകൾ, അന്ധവിശ്വാസങ്ങൾ, സൂപ്പർസ്റ്റിഷൻസ്, ഇതിൻ്റെ ആകെത്തുകയാണ് ദൈവരാജ്യമെന്ന് ജനങ്ങളെ പഠിപ്പിച്ച ഒരു ശപിക്കപ്പെട്ട ചരിത്രം നമുക്കുണ്ട്. ഇത് ശാപമാണ്, ഇത് അസത്യത്തിൻ്റെ കൂടാണ്, ഇത് മനുഷ്യർക്ക് വലിയ തിന്മ വരുത്തുന്ന അന്ധകാരത്തിൻ്റെ ഒരു സംവിധാനമാണ് എന്ന് നാം എപ്പോൾ തിരിച്ചറിയുന്നുവോ അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ വെളിച്ചം, അതിനെ ഇപ്പോൾ മൂടി വച്ചിരിക്കുന്ന പറ താനെ പറന്നു പോകുകയും നമ്മുടെ വെളിച്ചം നമുക്ക് ചുറ്റും പ്രകാശിച്ച് അതൊരു നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യമായി തീരുകയും ചെയ്യുമെന്നാണ് മത്തായിയുടെ സുവിശേഷത്തിൽ തന്നെ 5-ാം അധ്യായത്തിൻ്റെ 14, 15, 16 വാക്യങ്ങൾ യേശു രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നാം ഇപ്പോൾ വച്ച് താലോലിച്ചു കൊണ്ടിരിക്കുന്ന മതസങ്കല്പങ്ങൾ, സ്വർഗരാജ്യത്തേക്കുള്ള വഴി എന്താണ് എന്ന് നാം ധരിച്ചു വച്ചിരിക്കുന്ന ചില മിഥ്യകൾ, അതിൽ കൂടെ നാം ആയിരിക്കുന്ന മതപരമായ അടിമത്തത്തിൻ്റെ ദുരവസ്ഥ, ഇതൊക്കെ വേണ്ട വിധത്തിൽ മനസ്സിലാക്കുവാൻ കൂടുതലായി യേശുവിൻ്റെ വെളിപ്പെടുത്തലുകളെ തുറന്ന മനസ്സോടെ സമീപിക്കുകയും മനസ്സിലാക്കാൻ ശ്രമിക്കുകയും അതനുസരിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തെ ക്രമീകരിക്കുവാൻ, ചിട്ടപ്പെടുത്തുവാൻ നമുക്കേവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമുക്ക് ഏവർക്കും നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. ആമേൻ.